ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് കുറുമയാണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുട്ട പൊട്ടിത്തെറിച്ച കറി. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഗ് കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 എണ്ണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, 2 പഴുത്ത തക്കാളി, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 4 വലിയ പച്ചമുളകാണ്. പിന്നെ ബാക്കി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 4 മുട്ട പുഴുങ്ങിയതാണ്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഗരം മസാല ഹോൾ സ്പൈസസ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഹോൾ സ്പൈസസ് എന്ന് പറയുന്നത് 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ടയാണ്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് അതുകൂടെ ഒന്ന് വഴറ്റി പച്ചമണം മാറുമ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കും. ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. മുട്ട റോസ്റ്റിൻ്റെ അത്രയൊന്നും വഴറ്റണ്ട. അല്ലാതെ ഈ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഈ റെസിപ്പി എൻ്റെ കുഞ്ഞമ്മയാണ് എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. ബീന കുഞ്ഞമ്മയ്ക്ക് ഒരു വലിയ താങ്ക്സ് ഈ റെസിപ്പി പറഞ്ഞു തന്നതിന്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കണം. 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഫ്ലെയിം ലോയിലേ ഇടാവുള്ളൂ. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി മിക്സിയിലോട്ടിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് വരാം. ഇനി ഞാൻ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് അതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മസാല മിക്സിക്കകത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പൊക്കെ അരച്ചുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് എടുക്കാം. കാരണം ഇരുന്നും ഇത് ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴും ഒക്കെ ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഞാനിപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ മുട്ട വരിഞ്ഞ് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്തിട്ട് ഈ ഗ്രേവി നല്ലതുപോലെ ഒരു 5-10 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ ഈ മുട്ടയുടെ അകത്തൂടെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഈ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്ന് എണ്ണയൊക്കെ മേളി തെളിയുമ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ് കുറുമ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.